ഓം ശാന്തി 14/9/2025 അവ്യക്ത ബാബ്ദാദ മധുബൻ റിവൈസ് കോഴ്സ് 18/1/2007. മുരളിയുടെ ടൈറ്റിലാണ് ഇപ്പോൾ സ്വയത്തെ മുക്തമാക്കി മാസ്റ്റർ മുക്തിദാതാവായി സർവർക്കും മുക്തി കൊടുക്കുന്നതിന് നിമിത്തമാകൂ. ഇന്ന് സ്നേഹത്തിന്റെ സാഗരനായ ബാബ്ദാദ നാനാഭാഗത്തെയും സ്നേഹികളായ കുട്ടികളെയാണ് കാണുന്നത്. 2 പ്രകാരത്തിലെ കുട്ടികളെ കണ്ട് സന്തോഷിക്കുകയാണ്. ഒന്ന് ലവ്ലീനരായ കുട്ടികൾ, രണ്ടാമത്തേതാണ് ലവ്ലി കുട്ടികൾ. 2 പേരുടെയും സ്നേഹത്തിന്റെ അലകൾ അമൃതവേളയ്ക്ക് മുൻപ് തന്നെ ബാബയുടെ അടുത്ത് എത്തിക്കൊണ്ടിരുന്നു. ഓരോ കുട്ടിയുടെയും ഹൃദയത്തിൽ സ്വാഭാവികമായി ഗീതം മുഴങ്ങിക്കൊണ്ടിരുന്നു, എന്റെ ബാബ. ബാബയുടെ ഹൃദയത്തിൽ നിന്നും ഈ ഗീതം മുഴങ്ങുന്നുണ്ടായിരുന്നു, എന്റെ കുട്ടികൾ, പ്രിയപ്പെട്ട കുട്ടികൾ, ബാബ്ദാദയുടെ കിരീടമായ കുട്ടികൾ. ഇന്ന് സ്മൃതി ദിവസമായത് കാരണം സർവരുടെയും മനസ്സിൽ സ്നേഹത്തിന്റെ തിരമാലകൾ കൂടുതലാണ്. അനേകം കുട്ടികളുടെ സ്നേഹത്തിന്റെ മുത്തുകളുടെ മാല ബാബ്ദാദയുടെ കഴുത്തിൽ കോർക്കുന്നു. ബാബയും തന്റെ സ്നേഹത്തിന്റെ കരങ്ങളുടെ മാല കുട്ടികളെ അണിയിക്കുന്നു. പരിധിയില്ലാത്ത ബാബയുടെ പരിധിയില്ലാത്ത കരങ്ങളിൽ ലയിച്ചു ചേരുന്നു. ഇന്ന് വിശേഷമായി എല്ലാവരും സ്നേഹത്തിന്റെ വിമാനത്തിലാണ് എത്തിച്ചേർന്നത്. വളരെ ദൂരെ നിന്നും മനസ്സിന്റെ വിമാനത്തിൽ അവ്യക്ത രൂപത്തിൽ ഫരിഷ്തകളുടെ രൂപത്തിൽ എത്തിച്ചേർന്നു കഴിഞ്ഞു. എല്ലാ കുട്ടികൾക്കും ബാബ്ദാദ ഇന്ന് സ്മൃതി ദിവസം സമൃദ്ധി ദിവസത്തിൽ കോടാനുകോടി മടങ്ങ് സ്നേഹസ്മരണകൾ നൽകുന്നു. ഈ ദിവസം എത്ര സ്മൃതികളാണ് ഉണർത്തുന്നത്. ഓരോ സ്മൃതിയും സെക്കൻഡിൽ സമർത്ഥമാക്കി മാറ്റുന്നു. സ്മൃതികളുടെ ലിസ്റ്റ് സെക്കൻഡിൽ സ്മൃതിയിൽ വരുന്നില്ലേ? സ്മൃതി മുന്നിൽ വരുമ്പോൾ സമൃദ്ധിയുടെ ലഹരി കൂടുന്നു. ഏറ്റവും ആദ്യത്തെ സ്മൃതി ഓർമ്മയുണ്ടോ? ബാബയുടേതായപ്പോൾ ബാബ എന്ത് സ്മൃതിയാണ് ഉണർത്തിയത്? താങ്കൾ കൽപ്പം മുൻപുള്ള ഭാഗ്യവാൻ ആത്മാവാണ്. ഈ ആദ്യത്തെ സ്മൃതിയിലൂടെ എന്ത് പരിവർത്തനം വന്നു എന്നോർമ്മിച്ചു നോക്കൂ. ആത്മാഭിമാനി ആകുന്നതിലൂടെ പരമാത്മ സ്നേഹത്തിന്റെ ലഹരി വർദ്ധിച്ചു. എന്തുകൊണ്ട് ലഹരി വർദ്ധിച്ചു? സ്നേഹത്തിന്റെ ഏത് വാക്കാണ് ആദ്യം ഹൃദയത്തിൽ നിന്ന് ഉയർന്നത്? എന്റെ മധുരമായ ബാബ. ഈ സ്വർണ വാക്കുകൾ വന്നപ്പോൾ ലഹരി എത്രയാണ് വർദ്ധിച്ചത്? സർവ പരമാത്മാ പ്രാപ്തികളും എന്റെ ബാബ എന്ന് പറയുന്നതിലൂടെ, അറിയുന്നതിലൂടെ, സമ്മതിക്കുന്നതിലൂടെ നിങ്ങളുടെ പ്രാപ്തികൾ ആയി. അനുഭവമുണ്ടല്ലോ. എന്റെ ബാബ എന്ന് പറഞ്ഞപ്പോൾ എത്ര പ്രാപ്തികളാണ് നിങ്ങളുടേതായത്. എവിടെയാണോ പ്രാപ്തികളുള്ളത് അവിടെ ഓർമ്മിക്കേണ്ടതായി വരുന്നില്ല. സ്വതവേ വരും. സഹജമായി ഓർമ്മ വരും. കാരണം എന്റേതായി മാറിയില്ലേ? ബാബയുടെ ഖജനാവ് എന്റെ ഖജനാവായി തീർന്നു. എന്റേതിനെ ഓർമ്മിക്കേണ്ടതില്ല, സ്വതവേ ഓർമ്മയുണ്ടാകും. എന്റേത് മറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഏതുപോലെ എന്റെ ശരീരം എന്നത് മറക്കാറില്ലല്ലോ. അനുഭവമില്ലേ? മറക്കേണ്ടി വരാറുണ്ടോ? എന്റേതാണല്ലോ. എവിടെ എന്റേതുണ്ടോ അവിടെ സഹജമായി ഓർമ്മയുണ്ടാകുന്നു. സ്മൃതി സമർത്ഥാത്മാവാക്കി മാറ്റുന്ന ഒരു വാക്കാണ് എന്റെ ബാബ. ഭാഗ്യവിധാതാവിനെ, അഖണ്ഡ ഖജനാവിന്റെ ദാതാവിനെ എന്റേതാക്കി മാറ്റി. അങ്ങനെ അത്ഭുതം ചെയ്യുന്ന കുട്ടികളല്ലേ? പരമാത്മ പാലനയുടെ അധികാരിയായി മാറി. പരമാത്മ പാലന മുഴുവൻ കൽപ്പത്തിലും ഒരു പ്രാവശ്യമാണ് കിട്ടുന്നത്. ആത്മാക്കളുടെയും ദേവാത്മാക്കളുടെയും പാലന കിട്ടുന്നുണ്ട്. എന്നാൽ പരമാത്മ പാലന
ഈ ഒരു ജന്മത്തിലാണ് ലഭിക്കുന്നത്. ഇന്നത്തെ സ്മൃതി സോ സമർത്ഥ ദിവസത്തിൽ പരമാത്മ പാലനയുടെ ലഹരിയും സന്തോഷവും സഹജമായി ഓർമ്മ ഉണ്ടാകുമല്ലോ. കാരണം ഇന്നത്തെ വായുമണ്ഡലം സഹജ ഓർമ്മയുടേതായിരുന്നു. ഇന്നത്തെ ദിവസം സഹജ യോഗി ആയിരുന്നോ, അതോ ഇന്നത്തെ ദിവസവും ഓർമ്മയ്ക്കായി യുദ്ധം ചെയ്യേണ്ടി വന്നുവോ? ഇന്നത്തെ ദിവസം സ്നേഹത്തിന്റെ ദിവസമെന്ന് പറയുമല്ലോ. സ്നേഹം പരിശ്രമം ഇല്ലാതാക്കുന്നു. സ്നേഹം എല്ലാ കാര്യങ്ങളെയും സഹജമായതാക്കുന്നു. എല്ലാവരും ഇന്നത്തെ ദിവസം വിശേഷമായി സഹജയോഗി ആയിരുന്നോ, അതോ ബുദ്ധിമുട്ടുണ്ടായോ? ഇന്നത്തെ ദിവസം ബുദ്ധിമുട്ട് തോന്നിയവർ കൈ ഉയർത്തു. ആർക്കും ഉണ്ടായില്ലേ? എല്ലാവരും സഹജയോഗിയായിരുന്നു. ശരി, ആരെല്ലാം സഹജയോഗിയായിരുന്നു അവർ കൈ ഉയർത്തു. ബ്രാക്കറ്റിൽ എല്ലാവരും ഉയർത്തി. ശരി, സഹജയോഗി ആയിരുന്നോ? ഇന്ന് മായയ്ക്ക് വിട നൽകിയിരിക്കുകയായിരുന്നു. ഇന്ന് മായ വന്നില്ല. ഇന്ന് മായയ്ക്ക് വിട നൽകിയോ? ശരി, ഇന്ന് വിട നൽകിയതിന് ആശംസകൾ. ഇതുപോലെ സ്നേഹത്തിൽ ലയിച്ചിരുന്നാൽ മായയ്ക്ക് സദാ വിട നൽകാനാവും. ഇപ്പോഴാണെങ്കിൽ 70 പൂർത്തിയാകുകയാണ്. ബാബ്ദാദ ഈ വർഷം വേറിട്ടിരിക്കുന്നതിന്റെ വർഷം, സർവരുടെയും പ്രിയപ്പെട്ടവരായിരിക്കുന്നതിന്റെ വർഷം, പരിശ്രമത്തിൽ നിന്നും മുക്തമായിരിക്കുന്ന വർഷം, പ്രശ്നങ്ങളിൽ നിന്നും മുക്തമായിരിക്കുന്ന വർഷമായി ആഘോഷിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാണോ? ഇഷ്ടമാണോ? മുക്തവർഷം ആഘോഷിക്കുമോ? കാരണം മുക്തിധാമത്തിലേക്ക് പോകണം. അനേകം ദുഃഖിതരും അശാന്തരുമായ ആത്മാക്കൾക്ക് മുക്തിദാതാവായ ബാബയുടെ പങ്കാളിയായി മുക്തി നൽകണം. മാസ്റ്റർ മുക്തിദാതാവ് സ്വയം മുക്തമാകുമ്പോൾ മുക്തിവർഷം ആഘോഷിക്കുമല്ലോ. കാരണം ബ്രാഹ്മണാത്മാക്കളായ നിങ്ങൾ സ്വയം മുക്തരായി അനേകർക്ക് മുക്തി നൽകുന്നതിന് നിമിത്തമായവരാണ്. മുക്തി കൊടുക്കുന്നതിന് പകരം ബന്ധനത്തിൽ ബന്ധിക്കുന്ന, പ്രശ്നങ്ങൾക്ക് അധീനമാകുന്ന ഒരു ഭാഷയാണ് അങ്ങനെയല്ല ഇങ്ങനെ, ഇങ്ങനെയല്ല അങ്ങനെ. പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതാണ് പറയുന്നത്, ബാബ അങ്ങനെ ആയിരുന്നില്ല, ഇങ്ങനെയായിരുന്നു, അങ്ങനെ നടന്നില്ല, ഇങ്ങനെ നടന്നിരുന്നു. ഇതാണ് ന്യായീകരണത്തിന്റെ കളി. ബാബ്ദാദ സർവരുടെയും ഫയൽ നോക്കി. അപ്പോൾ ഫയലിൽ എന്താണ് കണ്ടത്? കൂടുതൽ പേരുടെയും ഫയൽ പ്രതിജ്ഞയുടെ പേപ്പറുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് വളരെ ഹൃദയപൂർവം ചെയ്യും, ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും കണ്ടതാണ്, ഫയൽ വലുതാകുന്നുണ്ട്. എന്നാൽ ഫൈനൽ ആയിട്ടില്ല. ദൃഢപ്രതിജ്ഞയ്ക്കായി പറഞ്ഞിട്ടുള്ളതാണ്, ജീവൻ പോയാലും പ്രതിജ്ഞ പോകരുത്. ബാബ്ദാദ ഇന്ന് സർവരുടെയും ഫയൽ നോക്കി. വളരെയധികം പ്രതിജ്ഞകൾ നന്നായി ചെയ്തിട്ടുണ്ട്. മനസ്സുകൊണ്ട് ചെയ്തതുമുണ്ട്, എഴുതി ചെയ്തതുമുണ്ട്. ഈ വർഷം എന്തു ചെയ്യും? ഫയൽ വലുതാകുമോ, അതോ പ്രതിജ്ഞ ഫൈനൽ ചെയ്യുമോ? എന്തു ചെയ്യും? ആദ്യത്തെ വരിയിലിരിക്കുന്നവർ പറയൂ, പാണ്ഡവർ കേൾപ്പിക്കൂ, ടീച്ചേഴ്സ് കേൾപ്പിക്കൂ. ഈ വർഷം ബാബ്ദാദയുടെ അടുത്ത് ഏത് ഫയലാണോ വലുതായിക്കൊണ്ടിരിക്കുന്നത് അത് ഫൈനലാക്കുമോ, അതോ ഈ വർഷം ഫയലിൽ പേപ്പറുകൾ ചേർക്കുമോ? എന്തു ചെയ്യും? പറയൂ പാണ്ഡവർ, ഫൈനൽ ചെയ്യുമോ? കുനിയേണ്ടി വരും, മാറേണ്ടി വരും, സഹിക്കേണ്ടി വരും, കേൾക്കേണ്ടി വരും. എന്നാലും പരിവർത്തനമാകണം. ആരാണോ കരുതുന്നത് അവർ കൈ ഉയർത്തൂ. നോക്കൂ, ടിവിയിൽ എല്ലാവരുടെയും ഫോട്ടോ എടുക്കൂ. എല്ലാവരുടെയും ഫോട്ടോ എടുക്കണം. 2, 3, 4 ടിവികളുണ്ട്.
എല്ലാ ഭാഗത്തെയും ഫോട്ടോ എടുക്കൂ. ഈ റെക്കോർഡ് വെക്കണം. ബാബയ്ക്ക് ഈ ഫോട്ടോ എടുത്തു കൊടുക്കണം. ടിവിക്കാർ എവിടെയാണ്? ബാബ്ദാദയും ഫയലിന്റെ നേട്ടം നേടട്ടെ. ആശംസകൾ, ആശംസകൾ. സ്വയത്തിനായി കൈയടിക്കൂ. ഏതുപോലെയാണോ ഒരു ഭാഗത്ത് സയൻസ് ഉണ്ട്, മറ്റിടത്ത് ഭ്രഷ്ടാചാരികൾ, മൂന്നാമത് പാപാചാരികൾ. എല്ലാവരും അവരവരുടെ കാര്യങ്ങളിൽ അഭിവൃദ്ധി കൊണ്ടുവരുന്നു. ധാരാളം പുതിയ പ്ലാനുകൾ ഉണ്ടാക്കുന്നു. താങ്കൾ വിശ്വരചയിതാവിന്റെ കുട്ടികളാണ്. ഈ വർഷം നിങ്ങൾ അങ്ങനെയുള്ള നവീനതയുടെ സാധനങ്ങൾ സ്വന്തമാക്കൂ. അതിലൂടെ പ്രതിജ്ഞ ദൃഢമാകണം. എല്ലാവരും പ്രത്യക്ഷതയാണ് ആഗ്രഹിക്കുന്നത്. എത്രയാണ് ചിലവാക്കുന്നത്? ഓരോ സ്ഥലത്തും വലിയ പ്രോഗ്രാമുകൾ നടത്തുന്നു. ഓരോ വിഭാഗത്തിലുള്ളവരും നന്നായി പരിശ്രമിക്കുന്നുണ്ട്. ഈ വർഷം ഇതുകൂടി ചേർക്കൂ. ഏതൊരു സേവനമാണ് ചെയ്യുന്നതെങ്കിലും മുഖത്തിന്റെ സേവനം മാത്രമല്ല, മനസ്സ, വാച, സ്നേഹത്തിന്റെ, സഹയോഗത്തിന്റെ കർമ്മം ഒരേ സമയം 3 സേവനങ്ങളും ഒരുമിച്ച് ചെയ്യണം. വെവ്വേറെ അല്ല. ഒരു സേവനമാകുമ്പോൾ കാണാൻ കഴിയുന്നു. ബാപ്ദാദ ഏത് റിസൾട്ട് കാണാനാണോ ആഗ്രഹിക്കുന്നത് അത് ഉണ്ടാകുന്നില്ല. താങ്കളും ആഗ്രഹിക്കുന്നു പ്രത്യക്ഷമാക്കണം. ഇപ്പോൾ വരെ ആദ്യത്തെ ഈ റിസൾട്ട് വളരെ നല്ലതാണ്. എല്ലാവരും നല്ലതാണ്, നല്ലതാണ്, വളരെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് പോകുന്നു. എന്നാൽ നല്ലതാകുക എന്നാൽ പ്രത്യക്ഷത ഉണ്ടാകുക എന്നാണ്. ഇപ്പോൾ ഇത് കൂട്ടിച്ചേർക്കൂ. ഒരേ സമയത്ത് മനസ്സാ വാച കർമ്മണ സ്നേഹിയും സഹയോഗിയുമാകണം. ഓരോ കൂട്ടുകാരും ബ്രാഹ്മണ കൂട്ടുകാരാണെങ്കിലും പുറമേയുള്ള ആരെല്ലാമാണോ സേവനത്തിന് നിമിത്തമാകുന്നവർ, അവർ കൂട്ടുകാരായാലും സ്നേഹവും സഹയോഗവും കൊടുക്കണം. ഇതാണ് കർമ്മണ സേവനത്തിൽ നമ്പർ നേടുക. ഇവർ അത് ചെയ്തില്ലേ, അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടതായി വന്നു. ഈ ഭാഷ പറയരുത്. സ്നേഹത്തിന് പകരം കുറച്ച് സംസാരിക്കേണ്ടി വന്നു. ബാബ എന്ന വാക്ക് പറയുന്നില്ല. ഇത് ചെയ്യേണ്ടതായി വന്നു, പറയേണ്ടി വന്നു, നോക്കേണ്ടി വന്നു. ഇത് വേണ്ട. ഇത്രയും വർഷം കണ്ടതാണ്. ബാബ അനുവാദം തന്നു. അങ്ങനെയല്ല, ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. ഇനി എപ്പോൾ വരെ? ബാബ്ദാദയോട് എല്ലാ ആത്മീയ സംഭാഷണത്തിലും കൂടുതൽ പേരും ചോദിക്കുന്നതാണ്, ഒടുവിൽ എപ്പോഴാണ് തിരശീല മാറ്റുന്നത്? എപ്പോൾ വരെ പോകും? ബാബ്ദാദ നിങ്ങളോട് പറയുകയാണ്, ഈ പഴയ ഭാഷ, പഴയ രീതി, അലസതയുടേത്, കയ്പുള്ളത് എപ്പോൾ വരെയാണ്? ബാബ്ദാദയുടെയും ചോദ്യമാണ്, എപ്പോൾ വരെ? നിങ്ങൾ ഉത്തരം തന്നാൽ ബാബ്ദാദയും ഉത്തരം നൽകും, എപ്പോൾ വിനാശം നടക്കുമെന്ന്. കാരണം ബാബ്ദാദയ്ക്ക് വിനാശത്തിന്റെ തിരശീല ഇപ്പോൾ ഈ സെക്കൻഡിൽ തുറക്കാൻ സാധിക്കും. പക്ഷെ ആദ്യം രാജ്യം ഭരിക്കുന്നവർ തയ്യാറാകട്ടെ. ഇപ്പോൾ മുതൽ തയ്യാറെടുപ്പുകൾ ചെയ്താൽ സമാപ്തി സമീപത്ത് കൊണ്ടുവരാം. ഏതെങ്കിലും ദുർബലതയുടെ കാര്യത്തിൽ കാരണം പറയരുത്, നിവാരണം ചെയ്യൂ. ഇത് കാരണമായിരുന്നല്ലോ. ബാബ്ദാദ മുഴുവൻ ദിവസത്തിലും കുട്ടികളുടെ കളി കണ്ടിരുന്നതാണ്. കുട്ടികളോട് സ്നേഹമുള്ളതിനാൽ ഇടയ്ക്കിടയ്ക്ക് കളികൾ കാണാറുണ്ട്. ബാബ്ദാദയുടെ ടിവി വളരെ വലുതാണ്. ഒരേ സമയത്ത് മുഴുവൻ വിശ്വവും കാണാനാകും. നാനാഭാഗത്തുമുള്ള കുട്ടികളെ കാണാൻ കഴിയുന്നതാണ്. അമേരിക്കയിലായാലും ഗുഡ്ഗാവിലാണെങ്കിലും എല്ലാം കാണാൻ കഴിയുന്നതാണ്. വൈകിപ്പിക്കുന്നതിന്റെ ഭാഷ വളരെ നല്ലതാണ്. ഇത് കാരണമായിരുന്നു. ബാബ, എന്റെ തെറ്റല്ല, ഇവരങ്ങനെ ചെയ്തില്ലേ? അവർ ചെയ്താലും നിങ്ങൾ പരിഹാരം ചെയ്തോ? കാരണം കാരണമായി തന്നെ ഇരുന്നോ,
അതോ കാരണത്തെ നിവാരണമാക്കി മാറ്റിയോ? എല്ലാവരും ചോദിക്കാറില്ലേ, ബാബ അങ്ങയുടെ ആഗ്രഹം എന്താണ്? ബാബ്ദാദ ആഗ്രഹം കേൾപ്പിക്കുകയാണ്. ബാബ്ദാദയ്ക്ക് ഒരാഗ്രഹമാണുള്ളത്, നിവാരണം കാണപ്പെടണം, കാരണം സമാപ്തമാകണം, സമസ്യകൾ സമാപ്തമാകണം, പരിഹാരം ഉണ്ടായിക്കൊണ്ടിരിക്കണം. സാധിക്കുമോ? സാധിക്കുമോ? മുമ്പിലത്തെ വരിയിലുള്ളവർ സാധിക്കുമോ? തലയാട്ടു. പുറകിലിരിക്കുന്നവർക്ക് സാധിക്കുമോ? ബ്രാക്കറ്റിൽ എല്ലാവരും കൈ ഉയർത്തി. ശരി, നാളെ TV തുറക്കുകയാണെങ്കിൽ TVയിൽ കാണാൻ സാധിക്കും. നാളെ TV നോക്കുകയാണെങ്കിൽ വിദേശത്തുള്ളവരായാലും ഇന്ത്യയിലുള്ളവരായാലും ചെറിയ ഗ്രാമമായാലും വളരെ വലിയ രാജ്യമാണെങ്കിലും ഒരിടത്തും കാരണം കാണപ്പെടില്ല. പക്കായാണോ? ഇതിന് സമ്മതം പറയുന്നില്ല. നടക്കുമോ? കൈ ഉയർത്തൂ. വളരെ നന്നായി കൈ ഉയർത്തുന്നു. ബാബ്ദാദയും സന്തോഷിക്കുന്നു. കൈ ഉയർത്തുന്നതിന്റെ അതിശയമാണ്. കുട്ടികൾക്ക് സന്തോഷിപ്പിക്കാൻ അറിയാം. ബാബ്ദാദയും കാണുന്നുണ്ട്. ചിന്തിക്കൂ, നിങ്ങളാണ് കോടിയിലും കുറച്ചുപേർ. കോടിയിലും ചിലരാണ് നിമിത്തമായിട്ടുള്ളത്. ഈ കുട്ടികളല്ലാതെ വേറെ ആരാണ് ചെയ്യുന്നത്? താങ്കൾ തന്നെയാണ് ചെയ്യേണ്ടത്. ബാബ്ദാദയ്ക്കും കുട്ടികളായ നിങ്ങളിലാണ് പ്രതീക്ഷയുള്ളത്. ആര് വന്നാലും അവർ താങ്കളുടെ അവസ്ഥ കണ്ട് നേരെയാകും. അവർക്ക് പരിശ്രമിക്കേണ്ടതായി വരില്ല. നിങ്ങളായി തീർന്നാൽ മാത്രം മതി. നിങ്ങളെല്ലാവരും ജന്മമെടുത്തപ്പോൾ തന്നെ ബാബ്ദാദയോട് പ്രതിജ്ഞ ചെയ്തിട്ടുള്ളതാണ്, കൂടെയിരിക്കും, കൂട്ടുകാരാകും, കൂടെ പോകും, ബ്രഹ്മബാബയുടെ രാജ്യത്തിൽ വരും. ഈ പ്രതിജ്ഞ ചെയ്തില്ലേ? കൂടെയിരിക്കും, കൂടെ പോകും, സേവനത്തിലും കൂടെ കൂട്ടുകാരാണല്ലോ. ഇനി എന്തു ചെയ്യും? ബാബ്ദാദയ്ക്ക് സന്തോഷമായി എപ്പോഴെങ്കിലും ഏതെങ്കിലും കാര്യമുണ്ടായാൽ ഈ ദിവസവും ഈ തീയതിയും ഈ സമയവും ഓർമ്മിക്കണം. ഞങ്ങൾ കൈ ഉയർത്തിയിരുന്നു എന്ന്. സഹായം ലഭ്യമാകും. താങ്കൾ ആയിത്തീർന്നേ മതിയാകൂ. ഇപ്പോൾ പെട്ടെന്ന് ആയിത്തീരൂ. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ഞങ്ങളാണ് കൽപ്പം മുൻപും ആയിരുന്നത്, ഇപ്പോഴും ആയത്. ഓരോ കൽപ്പവും നമ്മൾ തന്നെ ആകും. ഇത് പക്കായാണല്ലോ. അതോ 2 വർഷമാകും, 3-ാമത്തെ വർഷം തെന്നിപ്പോകും? അങ്ങനെയല്ലല്ലോ. സദാ ഓർമ്മിക്കൂ, നമ്മൾ നിമിത്തമായിരുന്നവരാണ്. കോടിയിലും ചിലർ, ആ ചിലരിലും കുറച്ചുപേരാണ് നമ്മൾ. കോടിയിലും ചിലരാണ് വരുന്നത്, എന്നാൽ താങ്കൾ അതിലും ചിലരാണ്. ഇന്ന് സ്നേഹത്തിന്റെ ദിവസമാണ്. സ്നേഹത്തോടെ ചെയ്യുന്നതിന് ഒരിക്കലും പ്രയത്നമുണ്ടാകില്ല. അതിനാലാണ് ബാബ്ദാദ എല്ലാവരെയും ഇന്ന് തന്നെ ഓർമ്മിപ്പിക്കുന്നത്. കുട്ടികൾക്ക് ബ്രഹ്മബാബയോട് എത്രമാത്രം സ്നേഹമാണുള്ളത്. ഇത് കാണുമ്പോൾ ശിവബാബയ്ക്ക് വളരെ സന്തോഷം തോന്നുന്നു. 4 ഭാഗത്തും കണ്ടു. 7 ദിവസമായ കുട്ടിയാണെങ്കിലും 70 വർഷമായവരാണെങ്കിലും 70 വർഷമായവരും 7 ദിവസമായവരും ഇന്നത്തെ ദിവസം സ്നേഹത്തിൽ ലയിച്ചു ചേർന്നിരിക്കുകയാണ്. ബ്രഹ്മബാബയോട് കുട്ടികൾക്കുള്ള സ്നേഹം കണ്ട് ശിവബാബയും സന്തോഷിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ വാർത്തകൾ ഇനിയും കേൾപ്പിക്കട്ടെ. ഇന്നത്തെ ദിവസം ബാബ്ദാദയുടെ അടുത്ത് അഡ്വാൻസ് പാർട്ടിയും ഇമർജ് ആയിട്ടുണ്ട്. അഡ്വാൻസ് പാർട്ടിയും താങ്കളെ ഓർമ്മിക്കുന്നുണ്ട്. എപ്പോഴാണ് ബാബയോടൊപ്പം മുക്തിധാമത്തിന്റെ വാതിൽ തുറക്കാൻ സാധിക്കുക? ഇന്ന് അഡ്വാൻസ് പാർട്ടി എല്ലാവരും ബാബയോട് ഇത് പറയുകയായിരുന്നു, ഞങ്ങൾക്ക് തീയതി തരൂ. എന്തുത്തരം കൊടുക്കും? ആരാണ് ഉത്തരം നൽകാൻ സമർത്ഥരായവർ? ബാബ്ദാദ ഈ ഉത്തരമാണ് നൽകുന്നത്. എത്രയും പെട്ടെന്ന് നടക്കും. ഇതിൽ കുട്ടികളായ നിങ്ങളുടെ സഹായം ബാബയ്ക്ക് വേണം. എല്ലാവരും കൂടെ വരില്ലേ? കൂടെ നടക്കുന്നവരാണോ
അതോ ഇടയ്ക്കിടയ്ക്ക് നിന്നിട്ട് നടക്കുന്നവരാണോ? കൂടെ നടക്കുന്നവരല്ലേ? കൂടെ നടക്കാൻ ഇഷ്ടമല്ലേ? എങ്കിൽ സമാനരാകണം. കൂടെ നടക്കണമെങ്കിൽ സമാനരാകേണ്ടി വരില്ലേ? എന്താണ് പറയാറുള്ളത്? കൈകളിൽ കൈ വേണം, കൂടെ ഉണ്ടാകണം. കൈകളിൽ കൈ എന്നതിന്റെ അർത്ഥമാണ് സമാനം. എങ്കിൽ പറയൂ, ദാദിമാർ പറയൂ, തയ്യാറാകുമോ? ദാദിമാർ പറയൂ. ദാദിമാർ കൈ ഉയർത്തൂ. ദാദാമാർ കൈ ഉയർത്തൂ. താങ്കളെ മുതിർന്ന ദാദാ എന്ന് വിളിക്കാറില്ലേ? ദാദിമാർ പറയൂ, ദാദാമാർ പറയൂ. ഏതെങ്കിലും തീയതി ഉണ്ടോ? ബ്രാക്കറ്റിൽ ഇപ്പോഴില്ല എങ്കിൽ ഒരിക്കലുമില്ല. ഇപ്പോഴില്ലെങ്കിൽ ഒരിക്കലുമില്ല എന്നതിന്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ തയ്യാറല്ലേ? വളരെ നല്ല ഉത്തരമാണ് തന്നത്. ദാദിമാർ പൂർത്തിയാക്കുക തന്നെ വേണം. ചെറിയവരും വലിയവരും ഓരോരുത്തരും ഇതിൽ സ്വയം ഉത്തരവാദിത്വമുള്ളവരാണെന്ന് മനസ്സിലാക്കണം. ഇതിൽ ചെറിയവർ ആകരുത്. 7 ദിവസമായ കുട്ടിക്കും ഉത്തരവാദിത്വമുണ്ട്. കൂടെ പോകേണ്ടവരാണ്. ഒറ്റയ്ക്ക് വേണമെങ്കിൽ ബാബയ്ക്ക് പോകാം. എന്നാൽ ബാബയ്ക്ക് പോകാൻ കഴിയില്ല. കൂടെ പോകണം. ബാബയുടെയും കുട്ടികളായ നിങ്ങളുടെയും പ്രതിജ്ഞയാണ്. പ്രതിജ്ഞ നിറവേറ്റണമല്ലോ. നിറവേറ്റണ്ടേ? ശരി. നാനാഭാഗത്തെയും കത്തുകൾ, ഓർമ്മക്കത്തുകൾ, ഇമെയിൽ, ഫോണുകൾ നാനാഭാഗത്തു നിന്നും വളരെയധികം വന്നിട്ടുണ്ട്. ഇവിടെ മധുബനിലും വന്നിട്ടുണ്ട്. വതനത്തിലും എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ബന്ധനത്തിലുള്ള അമ്മമാരുടെ വളരെയധികം സ്നേഹം നിറഞ്ഞ മനസ്സിൽ നിന്നുള്ള ഓർമ്മകൾ ബാബ്ദാദയുടെ അടുത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സ്നേഹികളായ കുട്ടികളെ ബാബ്ദാദ വളരെയധികം ഓർമ്മിക്കുകയും ആശംസകൾ നൽകുകയും ചെയ്യുന്നു. ശരി. നാനാഭാഗത്തെയും സ്നേഹികളായ കുട്ടികൾക്ക്, ലവ്ലിയും ലവ്ലീനരുമായ കുട്ടികൾക്ക് സദാ ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് ഓരോ ചുവടിലും കോടി മടങ്ങ് സമ്പാദിക്കുന്ന നോളജ്ഫുൾ, പവർഫുൾ ആയ കുട്ടികൾക്ക് സദാ സ്നേഹിയും സ്വമാനധാരിയും ബഹുമാനധാരിയും അങ്ങനെ സദാ ബാബയുടെ ശ്രീമത്ത് പാലിക്കുന്ന വിജയികളായ കുട്ടികൾക്ക് സദാ ഓരോ ചുവടിലും ചുവട് വെക്കുന്ന സഹജ യോഗി കുട്ടികൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും നമസ്തേയും. വരദാനം: ലൈൻ ക്ലിയർ ആകുന്നതിന്റെ ആധാരത്തിൽ നമ്പർ 1 പാസ്സാകുന്ന എവർ റെഡിയായി ഭവിക്കട്ടെ. സദാ എവർ റെഡി ആയിരിക്കണം. ഇത് ബ്രാഹ്മണ ജീവിതത്തിന്റെ വിശേഷതയാണ്. തന്റെ ബുദ്ധിയുടെ ലൈൻ അത്രയും ക്ലിയർ ആയിരിക്കണം. ബാബയുടെ ഏതെങ്കിലും സൂചന കിട്ടുന്നതും എവർ റെഡി. ആ സമയം ഒന്നും ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടാകരുത്. പെട്ടെന്നൊരു ചോദ്യം വരും, ഓർഡർ വരും, ഇവിടെ ഇരിക്കൂ. ഇവിടെ എത്തിയാൽ ഒരു കാര്യവും സംബന്ധവും ഓർമ്മിക്കരുത്. എങ്കിൽ നമ്പർ 1 പാസ്സാകാൻ കഴിയും. ഇതെല്ലാം പെട്ടെന്ന് ചെയ്യേണ്ട പേപ്പറാകും. അതിനാൽ എവർ റെഡി ആകൂ. സ്ലോഗൻ: മനസ്സിനെ ശക്തിശാലി ആക്കുന്നതിനായി ആത്മാവിന് ഈശ്വരീയ സ്മൃതിയുടെയും ശക്തിയുടെയും ഭക്ഷണം കൊടുക്കൂ. അവ്യക്ത സൂചന: ഇപ്പോൾ ലഹരിയുടെ അഗ്നി ജ്വലിപ്പിച്ച് യോഗം ജ്വാലാരൂപമാക്കൂ. പല കുട്ടികളും പറയുകയാണ്, യോഗത്തിലിരിക്കുമ്പോൾ ആത്മാഭിമാനിയാകുന്നതിനു പകരം സേവനം ഓർമ്മ വരുന്നു. എന്നാൽ അങ്ങനെ വരാൻ പാടില്ല. അന്തിമത്തിൽ അശരീരിയാകുന്നതിനു പകരം സേവനത്തിന്റെ സങ്കല്പം വന്നാൽ സെക്കൻഡിന്റെ പേപ്പറിൽ തോറ്റുപോകും. ആ സമയത്ത് ബാബ അല്ലാതെ നിരാകാരി, നിർവികാരി, നിരഹങ്കാരി വേറെ ഒന്നും ഓർമ്മ വരരുത്. സേവനത്തിൽ വീണ്ടും സാകാരത്തിലേക്ക് വരണം. അതിനാൽ ഏത് സമയത്ത്
ഏത് സ്ഥിതിയാണോ വേണ്ടത് ആ സ്ഥിതി ഉണ്ടാക്കണം, അല്ലെങ്കിൽ ചതിക്കപ്പെടും. ഓം ശാന്തി.